நன்றி கட்ட உலகமடா. நீ எவ்வளவு நல்லதை செய்தாலும் மறந்து விடுவார்கள், குறை சொல்லிக் கொண்டே இருப்பார்கள். நன்றியே இல்லாதவர்களிடம் என்ன எதிர்பார்ப்பது? ഭയങ്കര വിഷമം പിടിച്ചു കേട്ടോ. ശരിക്കും തൃശ്ശൂരാവുള്ള 48 രൂപ ക്യാൻസലേഷൻ ഫീസ്. ഞാൻ 12 കിലോമീറ്റർ ഓടി വരുന്നതാണ്. 12 കിലോമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ കേൾപ്പിച്ചു തരാം. ഒരു മിനിറ്റ് അയാളെ വിളിക്കട്ടെ. ഹലോ, ഞാൻ യൂബർ എന്ന് വിളിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ. ഇത് എങ്ങോട്ടേക്കായിരുന്നു? ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കായിരുന്നു? ക്ലിയർ ആയില്ലേ വോയിസ്? പറയൂ. ഡെസ്റ്റിനേഷൻ പോകേണ്ടത് എങ്ങോട്ടേക്കായിരുന്നു? കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് സാർ. ഓക്കെ. ഞാനിപ്പം ഒരു മിനിറ്റ് ഇവിടുന്ന് ഒരു 9:14 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്താം. ഞാൻ കുറച്ച് ദൂരെയാണ്, 10 കിലോമീറ്റർ ദൂരെയാണുള്ളത്. ഞാൻ വരാം, കുഴപ്പമില്ല. എനിക്ക് പാനക്കാടുമ്പോഴേക്കും അവിടെ എത്തണം. എനിക്ക് അല്ല, അത് കുഴപ്പമില്ല, എത്താം. ഞാൻ ഇവിടുന്ന് ഇപ്പൊ 14 മിനിറ്റാണ് കാണിക്കുന്നത്. ഞാൻ കൊച്ചിക്കാരനാണ്. എനിക്ക് അങ്ങോട്ടാണ് റിട്ടേൺ പോകേണ്ടത്. അപ്പൊ ഒരു 14 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 9:30 നിങ്ങൾ എത്തണല്ലേ? എനിക്കവിടെ പാനക്കാടുമ്പോഴേക്കും അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതാ ചോദിക്കണം. ഞാൻ എത്തില്ലേ മുമ്പ്? 11:15 എത്താം. അത് കുഴപ്പമില്ല, എത്താൻ പറ്റും. ഓഫീസ് ടൈം ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ടാവും, അതുകൊണ്ട് പറയണം. ഇല്ല പേടിക്കണ്ട, പെട്ടെന്ന് എത്താം. ഹലോ, ഞാന് ലൊക്കേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഹരിനഗർക്ക് എത്തിയോ? ഇവിടെ ഒരു നിങ്ങളിപ്പോ അവിടെ ഒരു വൃന്ദപൂരി കാണും. വൃന്ദപൂരിന്റെ ഒരു ആർച്ച് പോലെ കാണും. ഒരു EK മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ബോർഡിന്റെ അടുത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് അവരോട് ചോദിച്ചാൽ മതി, വൃന്ദപുരി വെച്ചാൽ മതി. അവർ പറഞ്ഞത് വൃന്ദപുരിയിൽ കടന്നിട്ട് ലെഫ്റ്റ് സൈഡില് ആദ്യത്തെ വഴിയിൽ, ലെഫ്റ്റിലെ വഴിയിൽ ആദ്യത്തെ വീട്. എന്താ പേരെന്താ പറഞ്ഞതിന്റെ? വൃന്ദപുരി കയറിയിട്ട് എത്രാമത്തെയാ പറഞ്ഞ? ലെഫ്റ്റില് ആദ്യത്തെ വീട്, ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ വീട്, ലെഫ്റ്റിലേക്ക് വഴി. ഓക്കെ. എന്ത് ചെറ്റാണെന്നറിയാം മനോജ്. 12 കിലോമീറ്റർ ഞാൻ 18 മിനിറ്റ് കൊണ്ട് ജെറ്റ് അടിച്ചില്ല. മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് ഞാൻ ഇവിടെ വരുന്നത്. EK മെഡിക്കൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ട് എന്റെ മുമ്പിൽ. ഇതിന്റെ ബോർഡ് കാണുന്നുണ്ട്. 12 കിലോമീറ്റർ. മനോജ് ശരിക്കും കരച്ചിൽ വരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത്രയും കിലോമീറ്റർ ഒന്നും ആലോചിച്ച് നോക്കണം. മനുഷ്യൻ എന്താ ഹെൽത്ത് സയൻസിന്റെ ഹോം സയൻസ് ഹെൽത്ത് സയൻസിന്റെ എന്തോ യൂണിവേഴ്സിറ്റി എന്തോ ഒരു സംഭവം ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് കാലിടിച്ച് വരാൻ നേരത്താണ് ഇയാളുടെ ട്രിപ്പ് എനിക്ക് ബുക്കിംഗ് കിട്ടുന്നത്. ഇത് ഞാൻ മിക്കവാറും പ്രശ്നമാക്കുന്നുള്ള ഒരു സംശയം വേണ്ട. കാരണം ഞാൻ അത്രയും കിലോമീറ്റർ കഷ്ടപ്പെട്ട് അയാളല്ലേ, ഇത് വേറെ ഏതോ ട്രിപ്പാ. അത് വിളിച്ച് ചോദിച്ചു നോക്കാം. സുനിൽ എന്നാണ് പാസഞ്ചറിന്റെ പേര്. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും കിലോമീറ്റർ ഞാൻ അയാളെന്തായാലും വിളിക്കും. അയാളെ ഞാൻ പിന്നെ പണി കൊടുത്തിട്ട് ഞാൻ വിട്ടു. അയാളെ പിക്ക് ചെയ്യുന്നില്ല. പിക്ക് ചെയ്യാതെ നമ്മൾ എന്ത് പോയിട്ട് എന്തുണ്ടാക്കാൻ അവിടെ? മനോജിനെ എനിക്ക് കിട്ടി. ഹലോ, ഇത് മനോജ് എന്ന് പറഞ്ഞുള്ളത് സംസാരിക്കുന്നത്. ഈ ഒരു യൂബർ ബുക്ക് ചെയ്യണ്ടായിരുന്നു നിങ്ങള്? സോറി, നിങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് മുന്നേ യൂബർ ബുക്ക് ചെയ്തിട്ട് ഒരാൾ ഡ്രൈവർ വരുന്ന ഓർക്കുന്നുണ്ടോ നിങ്ങള്? സമയം നിങ്ങളോടല്ലേ കുറച്ച് മുന്നേ സംസാരിച്ചത്. നിങ്ങൾ വൃന്ദപുരിയിലെ സെക്കൻഡ് വീടാണെന്ന് അല്ലേ? അല്ല, നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ ഹരിനഗർ കേറിയിട്ട് നിങ്ങളെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ ഈ വൃന്ദപുരിയിൽ എത്തിയിട്ട് അവിടുന്ന് സെക്കൻഡ് വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു ശരി തന്നെയാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കാണിച്ചത്, എന്റെ സമയം കാണിച്ചത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് വണ്ടി വന്നത്. ഈ സെന്ററിൽ വണ്ടി വന്നിട്ട് കയറി ഹൈവേ എത്തണുള്ളൂ. അല്ല, 11 മണിക്ക് എനിക്ക് അവിടെ
ചേട്ടാ 11 മണിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടല്ലോ, ഞാനൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഞാൻ ആ ഹൗസ് സയൻസ് യൂണിവേഴ്സിറ്റിന്റെ അവിടുന്ന് 13 കിലോമീറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കുണ്ടും കുഴിയും ചാടിച്ചിട്ട് അത്രയും വേഗത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചോളൂ, നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ 12 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ 45 രൂപയാ. 45 രൂപ. ഈ 12 കിലോമീറ്റർ ഓടിക്കാൻ 45 രൂപ ഓട്ടോക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാന്യമായിട്ടുള്ളൊരു വർത്താനം പറയണം. നിങ്ങൾക്ക് എത്ര തന്നെയാണ് മൈരയാടുന്നത്? എനിക്ക് എത്ര തന്നെയാണ് മൈര? എന്ത് ചെറ്റത്തിലാണ് നീ പറയുന്നത്? നീ കൊച്ചിക്ക് വേണം മൈരയാടുന്നത്. നിന്റെ എല്ലാം മാന്യമായിട്ടുള്ള നിന്നോട് എന്ത് മാന്യമാണ് മൈര പറയണ്ടേ? 12 കിലോമീറ്റർ നിന്റെ മൈര വന്നേ. ഇത്ര 12 കിലോമീറ്റർ കുണ്ടും കുഴി ചാടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ഒരു ഓട്ടോക്കാരൻ 12 കിലോമീറ്റർ വന്നാൽ എനിക്ക് തരുവാടാ 40 രൂപ. എന്ത് വർത്താനാണ് നീ പറയുന്നത്? നീ എല്ലാം അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കണേ, അത്രയും വിഷമം പിടിച്ചുപോയി. കാര്യം പറയുന്നത് എന്താ, അത്രയും വിഷമമുണ്ട് എനിക്ക്. കാരണം 12 കിലോമീറ്ററിന് മേലെ ഉണ്ടത്. എനിക്ക് കരച്ചൽ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിലേ, ഇത് രണ്ടാമത്തെ സുനിൽ എന്ന് പറഞ്ഞ അയാള്, ഇവനെന്ത് മയറിനാ, വേറെ എന്ത് ഇത് അടുത്ത ഏത് മയറിനാന്ന് എനിക്കറിയാൻ പാടില്ല. തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്നതാണ്, ഫേക്ക് ആണോന്ന് എനിക്കറിയാൻ പാടില്ല. സുനിൽ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ഇത് പറ്റിക്കുന്നവരിലായിരിക്കും. ഇവിടെ തൃശ്ശൂര് യൂബർ സംഭവങ്ങൾ ഇല്ലാത്തല്ലേ. ഇത് മനഃപൂർവ്വം ഈ മറ്റുള്ള കള്ള ടാക്സിക്കാരല്ല, ഇവിടുത്തെ ഓടുന്ന ഡ്രൈവർമാര് പണിയാരം വിളിക്കുന്നതായിരിക്കും. അടുത്ത ട്രിപ്പ് കിട്ടുന്നതാണ് എല്ലാം ലോങ് പിക്കപ്പ്. 5 കിലോമീറ്റർ 4 കിലോമീറ്ററിലാണ് ലോങ് പിക്കപ്പ് കാണിക്കുന്നത്. എടുത്തിട്ട് കാര്യമില്ല, എടുത്തിട്ട് കുറെ എത്രയാണെന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുക. ഭയങ്കര. അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ശിവദാസ്. ഇതല്ല ഉള്ള തന്നെയാണോ എന്ന് ആർക്കറിയാം, പോയി നോക്കാം. സപ്പോസ് ഞാൻ ഇന്ന് ഊബർ വിളിച്ചു, ഞാൻ ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഊബർ വിളിക്കുന്നത്, അപ്പോഴേ എനിക്ക് സ്റ്റാർട്ടിങ്ങിന്റെ അത് വരുള്ളൂ. അപ്പൊ ഞാൻ 1 സ്റ്റാർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഞാനത്? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരാളൊന്നല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ? അല്ല, ഞാൻ ചോദിക്കുന്നത് 1 സ്റ്റാർ തന്നെ ഇന്ന ആള് ഇത്ര സമയത്ത് പോയി, അത് വരില്ല. ഇവിടെ തൃശ്ശൂർ യൂബർ പോപ്പുലർ ആണോ? ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പൊ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എറണാകുളത്ത് വന്നവരാണ് കൂടുതലൂടെ ഓടുന്നത്. തൃശ്ശൂരിൽ ഇപ്പൊ ഇവിടെ ഒരു 10-20 വിളിച്ചാൽ കിട്ടുന്നുണ്ട്. എനിക്ക് കുറച്ചു മുന്നേ വളരെ മോശം അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ട്രിപ്പ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഹൗസ് സയൻസ് ഹെൽത്ത് സയൻസിന്റെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലേ, ഇവിടുത്തെ ഒരു 14 കിലോമീറ്റർ മാറി. മണ്ണുത്തി, എനിക്ക് കറക്റ്റ് അറിയില്ല. വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ പോകുന്ന വഴി എനിക്ക് എയർപോർട്ടിലൊക്കെ ഒരു ട്രിപ്പ് കിട്ടിയാണ്. ഇതിനടുത്ത് 13 കിലോമീറ്റർ മാറിയിട്ടാണ് എനിക്ക് പിക്കപ്പ് ലൊക്കേഷൻ. ഞാൻ വിളിച്ചു, കൺഫേം ചെയ്തു, ഞാൻ ഇത്ര ദൂരത്താണ്, ഞാൻ വരാൻ കുഴപ്പമില്ല എന്നുള്ള എല്ലാ കമ്മിറ്റ്മെന്റും കൊടുത്തിട്ട് 12-13 കിലോമീറ്റർ എത്തി. അയാളുടെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടന്ന് ഞാൻ വീണ്ടും വിളിച്ചു എത്രാമത്തെ പ്ലോട്ടാണെന്ന് വിളിച്ച് ചോദിച്ച് ഇന്നാണെന്ന് പറഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ അയാളെ ക്യാൻസൽ ചെയ്തു. 13 കിലോമീറ്റർ ഞാൻ ഈ വാഹനം ഓടിച്ചത്, ഞാൻ ആംബുലൻസ് വരുന്ന പോലെ ഈ പാർക്കിംഗ് ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അത്രയും ഇതായിട്ടാണ് ഞാൻ ഓടിച്ചു വന്നത്. അത് അങ്ങോട്ട് പിന്നെ ഊബർ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചാർജസ് വരും. അപ്പോൾ അയാൾക്ക് ആകെ പോയത് 50 രൂപയാണ്, എനിക്ക് കിട്ടിയത് 40 രൂപയും. ഈ 13 കിലോമീറ്റർ നമുക്ക് 13 കിലോമീറ്റർ ഒരു ഓട്ടോക്കാരൻ ഓടുകയാണെങ്കിൽ പോലും അയാൾക്ക് മിനിമം 150 രൂപയാവും. 150 അല്ല, 13 കിലോമീറ്ററിന് 200 രൂപയുടെ മുകളിലാവും. 40 രൂപയ്ക്കാണ് ഈ ക്യാൻസലേഷൻ ഫീസ് എനിക്ക് കയറിയിട്ടുള്ളത്. ശരിക്കും പൊതുവെ തൃശ്ശൂർക്കാരോട് എനിക്ക് ഭയങ്കര ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അയാൾ സംസാരിച്ച രീതി, എന്നിട്ട് രണ്ടാമതാണ് തിരിച്ച് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാള് വളരെ ലാഘവത്തോടുകൂടിയാണ്, നിങ്ങൾക്ക് പൈസ കിട്ടൂലേ, 40 രൂപ കിട്ടൂലേ എന്നോ. 13 കിലോമീറ്റർ അയാൾക്ക് കമ്മിറ്റ്മെന്റും കൊടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് അതെന്താണ് ക്യാൻസൽ ചെയ്ത് അയാൾക്ക് എയർപോർട്ടിൽ പോകേണ്ടത്? എന്താ എനിക്കറിയില്ല. അത്രയും. ഹലോ, ഞാൻ ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു നോക്കട്ടെ നിങ്ങളുടെ ഊബറിൽ. ഞാൻ ഊബറിന്റെ ഇന്ത്യയിലെ 5 ഡയറക്ടർമാരിൽ ഒരു ഡയറക്ടറാണ്. ഓ ശരി.
ഞാൻ ഇത് പറഞ്ഞു നോക്കട്ടെ, ഇങ്ങനെ നമുക്ക് നഷ്ടം വരുന്നുണ്ടെന്ന്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ ഡെയിലി ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാറില്ല. അല്ല, ഞാന് വളരെ പൊളൈറ്റായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ച് കമ്മിറ്റ്മെന്റ് അത്രയും അതനുസരിച്ച് 1 സ്റ്റാർ എന്റെ 1 സ്റ്റാർ കിട്ടിയാൽ നിങ്ങളെ ലോകത്തിലെ എവിടെയും പിന്നെ ഊബറിൽ എടുക്കില്ല. ഞങ്ങൾ 5 പേരെ കയ്യിൽ നിന്ന് എത്രയാ 112 നിങ്ങൾക്കിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഊബർ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ അല്ലേ? ഇവിടുത്തെ ആൾക്കാര് നിങ്ങൾ കേറുമ്പോഴേ കസ്റ്റമറോട് പറയാ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, ഞങ്ങൾ എത്ര 118 നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറയും. ചില കസ്റ്റമേഴ്സ് ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കാത്ത കാരണമാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? എനിക്ക് അടുത്തൊരു ട്രിപ്പ് ഇവിടെ തന്നെയാണ് കിട്ടിയുള്ളത്. ഓക്കെ ശരി, ഓക്കെ, ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് പോവാം. അല്ല, അവര് മറ്റവരാണല്ലേ. ഓക്കെ, കേറിക്കോ. അവിടെ പോയിട്ട് വണ്ടി ഇറങ്ങണ്ട, ബാക്കിൽ വണ്ടി ഇവിടുന്ന് കയറ്റെടുത്തേക്കാ. പോലീസ് പറഞ്ഞാണ് പുറത്തേക്ക് നോക്കാം. നിങ്ങൾ ഒന്ന് എൻട്രൻസിന്റെ പുറത്തേക്ക് വരുമോ? ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ എന്റെ കാർ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. തിരിച്ചിട്ട് എന്റെ കാറിന്റെ ബാക്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഗേറ്റിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. ഓക്കെ, ശരി. 3 ക്യാൻസൽഡ് ട്രിപ്പ് എനിക്ക് 3 അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ, ഒന്ന് ഞാനൊരു ബുക്ക് ചെയ്ത ആള് ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളെ വിളിച്ചിട്ട് കുറച്ച് നല്ല വർത്താനം ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തൊരു ട്രിപ്പ് ബുക്കിംഗ് കിട്ടി. അത് വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് നോ റെസ്പോൺസ്, ഡാറ്റ കോഡും നോർമൽ കോഡ് എല്ലാം നടത്തി നോക്കി, നോ റെസ്പോൺസ്. മേ ബി അത് ഫേക്ക് ബുക്കിംഗ് ആയിരിക്കാം. ഫേക്ക് ബുക്കിംഗ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു ഇവിടുന്ന് പല ട്രിപ്പുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. ട്രിപ്പ് വളരെ ലോ റേറ്റിംഗുള്ള ട്രിപ്പുകളും കിട്ടുന്നുണ്ട്, 5 സ്റ്റാർ റേറ്റിംഗുള്ള ട്രിപ്പുകളും കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ പല രീതിയിൽ വിളിച്ച് നോക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വിളിച്ചിട്ട് ഒരു ലേഡിയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുരുഷനാണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സമയമായിട്ട് സംസാരിക്കുന്നു, വന്നോളൂ, കുഴപ്പമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് പിക്ക് ചെയ്യും. എല്ലാത്ത പക്ഷം ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയുടെ അടുത്താണ് ഏകദേശം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇവരതൊന്നും പറയാതെ പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഇത് ജെന്യൂൻ പാസഞ്ചർ ബുക്കിംഗ് ആണോ എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. അവസാനം ഞാൻ കുറേ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്യാൻസൽ അടിച്ചിട്ട് ഞാൻ പോകും, ക്യാൻസൽ അടിക്കും. അപ്പോൾ ഒടുവിൽ എനിക്ക് ബുക്കിംഗ് കിട്ടിയത് ഇയാളുടെ പേര് ശിവദാസ് എന്നോ അങ്ങനെ കണ്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, കുറേ ബുക്കിംഗ് കിട്ടി, കുറേ എണ്ണം ഞാൻ എടുത്തു, വിളിച്ചിട്ട് നോ റെസ്പോൺസ്, ഞാൻ ക്യാൻസൽ ചെയ്തു. കുറേ എണ്ണം വന്നിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ തൃശ്ശൂർ നല്ല ബുക്കിംഗ് കിട്ടുന്നുണ്ട്. അത് ജെന്യൂൻ ബുക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ജെന്യൂൻ ബുക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. അത് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡിലെ അവിടുത്തെ ഓപ്പറേറ്റർമാർ, ഡ്രൈവർമാർ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഓൺലൈൻ ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓടുന്ന ഡ്രൈവർമാരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കോട്ടയത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ ഫേക്ക് ബുക്കിങ്ങുകൾ നടത്തിയിട്ട് ഈ ഡ്രൈവർമാരെ വലപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കാകെ പറയാനുള്ളത്, അങ്ങനെയുള്ള ആൾക്കാരെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞ് പല്ലടിച്ച് പൊട്ടി നിലത്തണം. അത് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫേക്ക് ബുക്കിംഗ് നടത്തിയിട്ട് കളിയാക്കുന്നല്ല, മനുഷ്യന്മാരെ വലപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ രാവിലെ വന്നത്, എത്ര മണിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് 7:30 ഞാൻ തൃശ്ശൂരുണ്ട്. ഒരു പാസഞ്ചറെ കൊണ്ട് വന്നത്, എറണാകുളത്ത് വന്നതാണ്. 70-70 കിലോമീറ്റർ ഓടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ട്രിപ്പ് കിട്ടി. യൂബറിൽ കിട്ടി. എവിടത്തേക്ക് ഈ പറഞ്ഞ ഹെൽത്ത് സയൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഇതിലേക്ക് എനിക്കൊരു ട്രിപ്പ് കിട്ടി. പൊളിറ്റായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു, പ്രൊഫസറാണ് പുള്ളിക്കാരി. ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കുറേ സമയം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ശേഷം ഞാൻ തൃശ്ശൂർ ശോഭ അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റിക്കകത്തേക്ക് ഞാൻ ഇങ്ങനെ കാലി ഓടിച്ച് വരുമ്പോഴാണ് ആദ്യത്തെ വിരുദ്ധൻ മിസ്റ്റർ മനോജ് എന്ന് പറഞ്ഞ ആളുടെ പേര് മാത്രം മനോജ് എന്നാലും കാണിക്കുന്നുണ്ട്, അയാളുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താ എനിക്കറിയില്ല, ട്രിപ്പ് ബുക്കിംഗ് കിട്ടുന്നത്. ആ ബുക്കിംഗ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ നോക്കുമ്പോൾ 12 കിലോമീറ്റർ അടുത്തുണ്ട്. അതിൻ്റെ മുകളിലുണ്ട് ശരിക്കും. ഞാൻ സമയം നോക്കുമ്പോൾ 20-something മിനിറ്റോ അങ്ങനെയാണ് കാണിച്ചത്, 24 മിനിറ്റ് അങ്ങോട്ട് കാണിച്ചത്. പക്ഷേങ്കിൽ എനിക്കത് റിട്ടേൺ ടുവേർഡ്സ് എറണാകുളം ഭാഗത്തേക്ക്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. ആ ട്രിപ്പ് മിസ്സാക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ നാട് പിടിക്കണമല്ലോ, എറണാകുളത്തേക്ക് പിടിക്കണമല്ലോ. ആ ട്രിപ്പ് മിസ്സാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തു. ഞാൻ വരാം, പേടിക്കണ്ട, ഞാൻ വരാം എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തു. ഈ പിക്കപ്പ് ലൊക്കേഷൻ ഒരു ഹരിനഗർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഹരിനഗറിൽ എത്തിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. വൃന്ദപുരി. എനിക്ക് അവിടെ 1/2 കിലോമീറ്റർ തികച്ചില്ല. എനിക്ക് 1 മിനിറ്റ് പോലും യാത്രയുണ്ട് എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് പോയിട്ട് ഓൾമോസ്റ്റ് അത്രയും എനിക്ക് പോകാനുള്ള ആർച്ചെത്തി, അത്രയേ ഉള്ളൂ എനിക്ക്. ഞാൻ ആ മാപ്പിൽ അടിച്ച് ഡയറക്ഷൻ കൊടുത്ത് ഞാൻ ഈ മുമ്പിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കുവാണ്, ഡയറക്ഷൻ വെക്കുമ്പോഴത്തേക്ക് ഇയാൾ ക്യാൻസൽ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒന്ന് ആലോചിക്കും നിങ്ങൾ. ഞാനൊരു ആംബുലൻസിൽ രോഗിനെ കൊണ്ട് പോകുന്നൊന്നുമില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ എനിക്കൊരു വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് എനിക്ക് പോകാനും പറ്റും. പിന്നെ അവർക്ക് എയർപോർട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ പറഞ്ഞ കാലം എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത് സ്വീകരിച്ചാൽ ആ ഒരു കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ അത്രയും വേഗതയിൽ ആ ഒരു റൂട്ടിൽ, ആ കുണ്ടും കുഴിയുള്ള റൂട്ടിൽ ഞാൻ അത്രയും വേഗതയിൽ ഞാൻ ഹോണൊക്കെ അടിച്ച് പാസൊക്കെ അടിച്ച് ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ഞാൻ പ്രഹസനം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹരിനഗറിൽ ഈ മനോജ് എന്ന് പറഞ്ഞ മൈരനെ പിക്കാൻ വരുന്നത്, ഇയാളെ പിക്കാൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എനിക്കൊരു അപകടം പറ്റിയിരുന്നെങ്കിലോ അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും എമർജൻസിയാണ്, അവർക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു എനിക്ക് മനസ്സിലായതുകൊണ്ടും പിന്നെ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അത്രയും വേഗത്തിൽ വന്നത്. ഞാൻ ട്രിപ്പ് എനിക്ക് മിസ്സാക്കാൻ താല്പര്യമില്ല. ഞാൻ 10-12 കിലോമീറ്റർ ഒന്നും ഒരുത്തരം പിക്കപ്പിന് പോകില്ല. അങ്ങനെ പോയി കാരണം വെച്ചാൽ ഒന്നാമത് തൃശ്ശൂർ അവിടെ ട്രിപ്പ് കിട്ടുന്ന ഒരു ഏരിയയാണ്. തൃശ്ശൂർ വണ്ടികൾ കുറേ ആയതുകൊണ്ടും പിന്നെ ബുക്കിംഗ് ഇഷ്ടം പോലെ വരുന്നത് കൊണ്ടും നമുക്ക് അവിടെ എവിടെ കിടന്നാലും ട്രിപ്പ് അത്യാവശ്യം അടിക്കും, ഒരു കുഴപ്പമില്ലാതെ അടിക്കും. അത് ഫേക്ക് ബുക്കിംഗ് ഉണ്ടായിരിക്കാം, ഇല്ലെന്നിരിക്കാം, പക്ഷേ എന്നാലും ട്രിപ്പുകൾ വരും, ജെന്യൂൻ ട്രിപ്സ് വരും, അതിനിടയ്ക്ക് വരും. പക്ഷേ എന്നിട്ട് ഞാൻ 12 കിലോമീറ്റർ ചാടിച്ച് വന്നിട്ട് അയാൾ പറയുന്ന വർത്താനം നിങ്ങളൊന്ന് കേൾക്കണം. അതാണ് നിങ്ങൾ തുടക്കത്തിലുള്ള വീഡിയോയിൽ കണ്ടത്. അയാൾ സംസാരിക്കുന്നില്ല, എനിക്ക് അയാളുടെ ചേറ്റ വർത്താനം, നിങ്ങൾക്ക് അതിൽ ക്യാൻസലേഷൻ ഫീസ് കയറുമല്ലോ എന്ന് പറയുന്ന വർത്താനം ഉണ്ടല്ലോ. എനിക്ക് കയറിയിട്ടുള്ള തുക 48 രൂപയാണ്. 48 രൂപ നിങ്ങൾ കാണുന്നുണ്ടോ? 48 രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 9/14 ആ ബുക്കിങ്ങിൽ. 9/14 ബുക്കിംഗ്. അത് കഴിഞ്ഞിട്ടാണ് 110 രൂപയുടെ ട്രിപ്പാണ് എനിക്ക് ശിവദാസ് എന്ന് പറഞ്ഞ ആളുടെ ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. ആ ശിവദാസ് എന്ന് പറഞ്ഞ ആൾ യൂബറിൻ്റെ ഹെഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ ബോർഡ് മെമ്പേഴ്സിൽ 5 പേരിൽ ഒരാളാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വീഡിയോയിൽ. മനുഷ്യന്മാർക്ക് നന്ദി എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെങ്കിൽ അവിടെ കാണുന്നുണ്ട് സാധനം. അതിന് നന്ദിയുണ്ടാവും, ആ ജീവിക്ക് നന്ദിയുണ്ടാവും. അതിൻ്റെ പേര് പട്ടി എന്നാണ്. നമ്മൾ പലരെയും അസഭ്യം പറയുമ്പോൾ തന്നെ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ തെറി പറയുമ്പോൾ നായിൻ്റെ മോനെ നമ്മൾ വിളിക്കൂലേ, ഒരിക്കലും വിളിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരൊക്കെ എത്രയോ ഭേദം നായ്ക്കളെ, എത്രയോ ഭേദമല്ല, എത്രയോ പ്യുവറാണ് അവർ, മറ്റുള്ള മൃഗങ്ങൾ. ഇതേപോലത്തെ നിങ്ങൾ പറയും ഇതൊക്കെ ഇതിന് വലിയ വീഡിയോ ആക്കേണ്ട ആവശ്യം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പല ഇൻസിഡൻറ്റ് ഞാനിങ്ങനെ പ്രഹസനം കാണിച്ച് വീഡിയോ ആക്കുന്നത് പോലെയല്ല എനിക്കിത്. കാരണം ഇവ സ്വതവേ പോട്ടെ, ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോകുന്ന വഴിക്ക് ഇയാൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇയാൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും വേഗതയിൽ ഞാൻ പിന്നെ ഇതാക്കിയിട്ടാണ് ഞാൻ വന്നത് റോഡിലൂടെ, അത്രയും വേഗതയിൽ. ഇതിന് മുന്നേ കുറേ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ. ഈ തൃശ്ശൂർ പാലിയക്കരൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്ന വഴിക്ക് തിരിച്ച് വീണ്ടും കറങ്ങി 8 കിലോമീറ്റർ അടുത്തുള്ള പിക്കപ്പിൽ 6 കിലോമീറ്റർ വരുന്ന വഴിക്ക് ഒരു ജനാർദ്ദനുണ്ട്, അയാൾ ക്യാൻസൽ ചെയ്ത് ടുവേർഡ്സ് കോട്ടയം ഭാഗത്തേക്കായിരുന്നു അയാളുടെ ട്രിപ്പ്. ഞാൻ വിളിച്ചിട്ട് വളരെ താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്തതിനോട്, ചേട്ടാ ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഞാൻ ഈ പാലിയക്കരയുടെ ടോൾ കട്ട് ചെയ്തിട്ടുള്ള വഴിയിലൂടെ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന ഒരാളാണ്, എനിക്ക് 6 കിലോമീറ്റർ ഞാനിങ്ങനെ വളഞ്ഞ് വരണം, ടോളിനകത്തൂടെയാണെങ്കിൽ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ ഞാൻ ഈ വളഞ്ഞ് ടോൾ കൊടുത്തിട്ട് വരുന്നത് പ്രായോഗികമല്ല, ഞാൻ ഇതിൽ കൂടെ 6 കിലോമീറ്റർ കറങ്ങി വരുന്നുണ്ട്, നിങ്ങൾ ക്യാൻസൽ ചെയ്യില്ലല്ലോ, വരുന്നുണ്ട് ഇത്ര സമയം കൊണ്ട് ഞാൻ വരും എന്ന് കമ്മിറ്റ്മെൻറ്റും കൊടുത്ത് ഓൾമോസ്റ്റ് 5-6 കിലോമീറ്റർ ഓടിയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം. 30 രൂപ കണ്ട് കിട്ടി. 30 രൂപ കണ്ട് കിട്ടി. ആ 30 രൂപയ്ക്ക് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, അതേപോലെ തിരിച്ച് വീണ്ടും ഞാൻ എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ഒരാൾ അതേപോലെ വീണ്ടും അതേ വഴിക്ക് ഇങ്ങോട്ട് പിന്നെ വന്നു. 12 കിലോമീറ്റർ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ഓടേണ്ടി വന്നു. അയാൾ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്റർ ഞാൻ പോയി. 12 കിലോമീറ്റർ എനിക്ക് കിട്ടിയത് 30-40 രൂപ കണ്ട്. ഭയങ്കര ദയനീയമായിരുന്നു ശരിക്കും. കാര്യം ആൾക്കാർ ഇതേപോലെ ഇതൊന്നും രണ്ടൊന്നല്ല, ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഉണ്ടായിട്ടുണ്ട്, എറണാകുളത്തേക്കുള്ള ഡ്രൈവർമാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പിക്കപ്പ് കാണുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ക്യാൻസൽ ചെയ്യും. ചിലപ്പോൾ നമുക്ക് 10-15 രൂപ കിട്ടും, ചിലപ്പോൾ അതും കിട്ടൂല. ചിലപ്പം എന്താ അവിടെ എത്തുമ്പോഴായിരിക്കും അത് നമ്മൾ പോകുന്നില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തു. അതൊക്കെ കേൾക്കുമ്പം നമ്മൾ ശരിക്കും വെറുതെ അല്ല ഇന്ന് സമൂഹത്തിൽ ക്രിമിനൽസ് കൂടി വരുന്നത്. എനിക്ക് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിപ്പോയി. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈറ്റകളെ കൈ കിട്ടിയിട്ടെങ്കിൽ അടിച്ച് ചെണ്ട പോലെ ആക്കിയിട്ട് ഞാൻ അവിടെ വരുന്നു. കാര്യം പറഞ്ഞത് എന്താ, ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ പൊലമയിരുന്നുണ്ട്. എവിടെ നിന്നാണ് എനിക്ക് ബുക്കിംഗ് കിട്ടിയത് അറിയാം. ചില്ലാപ്പള്ളി സ്ക്വയറിനടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് എനിക്ക് കിട്ടിയതായിട്ടുണ്ട്. ആദ്യം ബുക്കിംഗ് കിട്ടി, പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസൽ ചെയ്തു, വീണ്ടും ബുക്കിംഗ് കിട്ടി, ക്യാൻസൽ ചെയ്തു. 3ാമത്തെ ബുക്കിംഗിൽ ഞാൻ വിളിച്ചു, ചേട്ടാ വരണോ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. വന്നു, അത് മാറിപ്പോയത്, ലൊക്കേഷൻ കൊടുക്കുന്നത് മാറിപ്പോയി, നിങ്ങൾ വന്നോ ഫ്ലാറ്റിൽ വന്നോ. അവിടെ പോയി ഇവിടുന്ന് തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്താണ് പോകുന്നത്. രാവിലെ 5 മണിക്ക് 6 മണിക്ക് അങ്ങോട്ട് പോയി ഫ്ലാറ്റിനടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-2.5 കിലോമീറ്റർ ഓടിച്ചിട്ട് അവിടെ വിളിച്ചിട്ട് പറഞ്ഞു എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വരുന്നുണ്ട്, ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് ലോങ് ഇൻ്റർസിറ്റി ആയിരുന്നു. 14 മിനിറ്റിനടുത്തായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റിക്കാരൻ ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ ആനന്ദ് എന്ന് പറഞ്ഞ മൈരൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതായത് പല എന്തൊക്കെ പറഞ്ഞാൽ പല ആൾക്കാർ കളിച്ചിട്ടുണ്ടായി ഈ ആനന്ദ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടി 27 രൂപ 25 രൂപ അങ്ങനെ കിട്ടി. കാര്യത്തിൽ അത്ര 2.5 കിലോമീറ്റർ ഓടിച്ച് വന്ന് ഈ 15 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തും പിന്നെ 2.5 കിലോമീറ്റർ ഓടിച്ച് വന്നതും ആ സമയവും അതേപോലെ 2.5 കിലോമീറ്ററിൻ്റെ ഫ്യൂവൽ ഓൾമോസ്റ്റ് 26-27 മിനിറ്റ് അടുത്ത് എനിക്ക് അവിടെ ടോട്ടൽ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ തല പോഞ്ഞ് ശരിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടി 23 രൂപ. അപ്പോൾ ചോദിക്കും, നീ എന്തെങ്കിലും അങ്ങനെയാണ് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾക്ക് എന്നെ പരിഹസിക്കാനും അല്ല ഈ ജോലി നിങ്ങൾക്ക് അങ്ങനെ എന്നെ പരിഹസിക്കാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. പകരം ഇവിടെ തെണ്ടിത്തരം കാണിച്ചാൽ ഈ പാസഞ്ചർ 2 പറയാനോ അല്ലെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കാനോ നിങ്ങൾക്ക് പറ്റില്ല. ഇവിടെ തെണ്ടിത്തരം കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രീതി നേടാൻ പറ്റും.
എന്ത് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 13 കിലോമീറ്റർ ഓടിച്ചിട്ട് ആ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ആ 9ന്റെ മോൻ ഞാൻ പറയുന്നില്ല, ആ മൈരൻ മനോജ്, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അയാൾക്ക് എന്തെങ്കിലും അർജന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരില്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടായിരിക്കാം ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ക്യാൻസൽ ചെയ്യുന്ന ഓപ്ഷൻ അതിലുണ്ടല്ലോ അതുകൊണ്ട് അയാൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുന്ന മൈലുകളുണ്ടാവില്ല. അവന്മാർ ഈ പണി എടുക്കുന്ന ഒരുത്തന്മാരാണെങ്കിൽ ഈ വർത്താനം അടിക്കൂല. ഇതേ പണി എടുക്കുന്നവന്മാരാണെങ്കിൽ ഈ വർത്താനം അടിക്കൂല. പിന്നെ ഞാൻ വരില്ല എന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവും എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരോടാണെങ്കിൽ, ഞാൻ ഈ ഹരിനഗറിൽ എത്തിയിട്ടുണ്ട് എന്നും അതുപോലെ ഞാൻ ഇപ്പോൾ എത്തും എന്നും ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് 2ാമത് വിളിക്കും. എന്നിട്ടാണ് അയാൾ ക്യാൻസൽ ചെയ്തത്. എന്നിട്ട് പറഞ്ഞിട്ട് അയാൾ ആ ഒരു 10-14 സെക്കൻഡ് തികച്ചായിട്ടില്ല, ഞാൻ ഈ ഡയറക്ഷൻ കൊടുത്ത മൊബൈൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അയാൾ ക്യാൻസൽ ചെയ്തു. ഞാൻ നല്ലോണം പ്രാഗിയിട്ടുണ്ട്. ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായിട്ട് പ്രാഗിയിട്ടുണ്ട്. അയാളെ കുടുംബത്തിനെ കേട്ടാണ് ഞാൻ പ്രാഗിയിട്ടുള്ളത്. കാരണം എനിക്ക് അത്രയും വിഷമമുണ്ടത്. ഞാൻ ഇതിൽ എൻ്റെ വിഷമം മനസ്സിലാക്കാതെ ഇതിൽ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക്, അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എടാ വാണങ്ങളെ, നിൻ്റെ വീട്ടിനടുത്തോ അല്ല എവിടെയും ആയിക്കോട്ടെ, നിന്നോടൊരാൾ 12 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഒരാൾ അർജൻറ്റായിട്ട് വരാൻ ആവശ്യപ്പെടുന്നു. നിനക്ക് ഭക്ഷണം തരാനോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം നിന്നെ വിളിപ്പിക്കുന്നു. ആ വരുന്ന വഴിക്ക് 12 കിലോമീറ്റർ എത്തിയിട്ട് നീ വിളിച്ചിട്ട് ഇവിടെ എത്തിയെന്ന് പറയുകയും, നീ വേണ്ട തിരിച്ചു പോക്കോ, അല്ലെങ്കിൽ സോറി ഒന്നുമില്ല മോനെ അത് അറിയാണ്ട് പറ്റിപ്പോയതാ എന്ന് പറയുമ്പോൾ നിനക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ ശിവദാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എനിക്ക് അടുത്തൊരു ട്രിപ്പ് ബുക്കിംഗ് കിട്ടിയിരുന്നല്ലോ, സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു യൂബറിൻ്റെ ബോർഡ് മെമ്പേഴ്സിൽ 5 പേരിൽ ഒരാളാണെന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഈ ഒരു 1 സ്റ്റാർ ഈ ട്രിപ്പിന് 1 സ്റ്റാർ ഇടുകയാണെങ്കിൽ അപ്പോൾ നിൻ്റെ ഡ്രൈവറെ കൊണ്ട് ബ്ലോക്ക് ആയി പോകും, കാരണം അത്രയും പവർ എനിക്കുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഇയാളെ പറ്റിയിട്ടില്ല, ഇയാൾ യൂബറിൻ്റെ തലപ്പത്തുള്ളതാണോ ഇതൊന്നും അല്ല എൻ്റെ വിലയിലുള്ള കാര്യം. എനിക്ക് ആ മനോജിൻ്റെ വിവരം, അതാണ് എന്നെ അലട്ടുന്നൊരു സംഭവം. എനിക്ക് ആ മനോജിൻ്റെ കാര്യമാണ് എന്നെ അലട്ടുന്നത്. കാരണം എനിക്ക് പറഞ്ഞത് കുറഞ്ഞു പോയതാണ്. എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നമ്മൾ ഈ തോർത്ത് പിഴിയുന്ന പോലെ പിഴിയാനുള്ള ദേഷ്യം എനിക്കുണ്ട് ശരിക്കും. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഞാനിതൊന്ന് എന്തായാലും ഈ ഒരു ആവശ്യം എന്തായാലും ഞാൻ ഉന്നയിക്കാം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇയാൾ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇവരെ ഞാനെന്ന് തോന്നുന്നു ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹലോ, ഞാൻ യൂബറിന്ന് വിളിക്കുകയാണേ. ഓക്കെ, ഞാൻ വിളിച്ചത് വരുന്നതല്ല, ഇതിപ്പം വരുന്ന വഴിക്ക് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയില്ലല്ലോ? കാരണം ഉഷ എന്നാണ് പാസഞ്ചറിൻ്റെ പേര്. ഇതും അതേപോലെ തന്നെ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്ത് പറയണ്ടേ ആൾക്കാർക്ക്? ഇത് എത്രാമത്തെ ആടാ ഇത്? എത്ര ക്യാൻസലേഷൻ ഫീസ് എത്രയായി? 30 രൂപ ക്യാൻസലേഷൻ ഫീസ്. ആൾക്കാർക്ക് എൻ്റെ മോനെ, തൃശ്ശൂരുകാർ കുണം പിടിക്കൂല. നല്ല പ്രാകാൻ തോന്നുന്നു, ചോര ഒപ്പിച്ചാണെന്നല്ല പ്രാകാൻ. ചോദിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആ സിറ്റി കിടന്ന് തൃശ്ശൂർ സിറ്റിയിൽ കിടക്കുമായിരുന്നു. പുറത്തേക്ക് ഔട്ട്സ്കേർട്സിൽ ചാലക്കുടി അല്ലെ എയർപോർട്ടിലോ അങ്കമാലിയെല്ലാം ട്രിപ്പ് കിട്ടും നോക്കിയിട്ട്. ഇത് സിറ്റിക്ക് പുറത്തേക്ക് അണ്ടിമൂലക്കാണ് ഈ ലൊക്കേഷൻ. 30 രൂപ 3 കിലോമീറ്റർ ഓടിയിട്ട് 30 രൂപ 3.5 കിലോമീറ്റർ ഓടിയിട്ട്. ഒരു നമ്മൾ പണിയെല്ലാം എടുക്കുന്നത്. വിളിച്ചോട്ടെ, ക്യാൻസൽ ചെയ്താണെങ്കിലും കുഴപ്പമില്ല, വിളിച്ച് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ വല്ല അസുഖം ഉണ്ടോ? തൃശ്ശൂരുകാർക്കെല്ലാം ഇങ്ങനത്തെ എന്താ പ്രശ്നമുണ്ടോ? എത്രാമത്തെ ട്രിപ്പാണ് ക്യാൻസൽ ആണെന്നറിയോ? ക്യാൻസൽ ആണെന്നറിയോ? തലയിൽ പൊട്ടന്മാരാണ് ഇവിടുത്തെ തൃശ്ശൂരുകാർ. തലയിൽ പിണ്ണാക്കോലാണ്, പറഞ്ഞാൽ മനസ്സിലാത്ത ആൾക്കാരാണ്, മനുഷ്യന്മാരാണ് ഇവിടുത്തെ. കോൾ ഉഷ, വിളിച്ചോട്ടെ, എന്താ പറയുന്നത് നോക്കാലോ. ഹലോ, ഇത് ഉഷ എന്നാണോ? അതെ. ഓക്കെ, ഞാൻ എന്താ പറയുക, ഞാൻ ഇത് ലൊക്കേഷൻ രജിസ്ട്രേഷന് കൊടുത്തിട്ട് എനിക്ക് ഉടനെ ലാസ്റ്റ് പേയ്മെന്റ് ഞാൻ ചെയ്യണം. അപ്പൊ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ്, പിന്നെ എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തോ അവിടെ ഒരു ടെക്നിക്കൽ കിട്ടാതെയായപ്പോൾ ഹസ്ബൻഡും അതേ സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേറെ എണ്ണം കിട്ടി. എന്നിട്ട് ഞാൻ ഇതിൽ എന്തോ 34 rupees എന്തോ പേയ്മെന്റ് ഒരു ഫൈൻ പോലെ എന്തോ വന്നിട്ട് അതും ചെയ്തു തോന്നുന്നു. അപ്പൊ ക്യാൻസൽ ചെയ്തു. എന്നതും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അതിനെന്തോ 34 rupees ഒക്കെ പേയ്മെന്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ കുറേ അധികം ട്രിപ്പുകൾ ക്യാൻസൽ ആക്കുന്നുണ്ട് പാസഞ്ചേഴ്സ്. എനിക്ക് 10 കിലോമീറ്റർ അടക്കം പോയിട്ട് അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഇപ്പം സാധാരണ ഇതിൽ ഒരു ഓട്ടോ 2 കിലോമീറ്റർ പോകുമ്പോൾ പോലും ഓട്ടോക്കാർ 40-50 രൂപ മിനിമം മേടിക്കും. ഞാൻ ഈ 3.5 കിലോമീറ്റർ ഹാഷ് ബാക്ക് കാറിൽ നമ്മൾ ഈ പിക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 15-20 രൂപയായിരിക്കും. ഈ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 35 രൂപ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ യൂബറിന്റെ കമ്മീഷൻ കഴിച്ചിട്ട് നമുക്ക് 15 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ദിസ് ഈസ് നോട്ട് ഫെയർ, റൈറ്റ്? അപ്പോൾ ഭയങ്കര നിങ്ങൾ എന്താണ് ഞാൻ ഇത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഞാൻ എടുക്കും. അപ്പൊ കാറ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ കൊണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേയ്മെന്റ് ഞാൻ അപ്പൊ തന്നെ അടയ്ക്കണം.
അത് ഞാൻ മണ്ണാങ്കട്ടെങ്കിലാക്കെ പിന്നെ ഞാൻ പിള്ളേടെ കുണപ്പ് കേൾക്കാൻ എനിക്ക് നേരമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഓരോ ആൾക്കാർക്ക് ഓരോ എക്സ്പ്ലനേഷനാണ്. ഈ തൃശ്ശൂർ ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ, ഞാൻ നേരത്തെ പെട്രോൾ പമ്പ് പോയി സി എൻ ജി അടിക്കുമ്പോൾ പെട്രോൾ പമ്പിലെ ജീവനക്കാരാണെങ്കിൽ അതിനപ്പുറം, അവിടുത്തെ വന്ന ഓട്ടോക്കാരാണെങ്കിൽ അതിനപ്പുറം, അവിടെ പമ്പ് അടിച്ചിട്ട് ഫ്യൂൽ അടിച്ചിട്ട് പോകാൻ നിൽക്കുന്നതിനാണ് അതിനപ്പുറം. എല്ലാം അരവട്ട് എന്ന് പറയാം, പക്ക അരവട്ട്. ശരിക്കും എറണാകുളംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി ചെയ്തോ, ശരിക്കും പറഞ്ഞാൽ അരവട്ട് പോലത്തെ ടീംസ് ഇവിടെ മൊത്തം. ശരിക്കും എൻ്റെ മോനെ, എനിക്ക് ജന്മത്തിൽ ഇങ്ങോട്ട് ട്രിപ്പ് എടുക്കുന്നില്ല. മയില് പോലത്തെ സ്ഥലം എനിക്ക് തള്ളനോട് അധികം പറയാൻ എനിക്ക് കയ്യലായിട്ടാ. 30 രൂപ പേജ് ഉണ്ട്. നമ്മളെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? ഇത് ശരിക്കും പറഞ്ഞാൽ പിക്കപ്പ് ഫ്രീ ആണ്. പിക്കപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ യൂബറിൽ നമ്മളിപ്പം 4 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫ് ആണെങ്കിൽ നമ്മളിപ്പോൾ പിക്ക് ചെയ്യാൻ പോകുന്ന എത്ര ദൂരം ഉണ്ടോ അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യുന്നത്. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ. എന്നാൽ അതിൻ്റെയെങ്കിലും ഒരു മാന്യത കാണിക്കുക. അല്ലേ പോട്ടെ, ആ ഒരു 4 കിലോമീറ്റർ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഓട്ടോക്കാരൻ 4 കിലോമീറ്റർ ഓടുവാണെങ്കിൽ എത്ര പൈസ മേടിക്കും? 4 കിലോമീറ്ററിന് 60 90 രൂപ മേടിക്കാം, 90 രൂപ മിനിമം മേടിക്കാം. അതിന് പകരം നമുക്ക് കിട്ടുക 30 രൂപ. 30 രൂപ ഓട്ടോക്കാരൻ 90 രൂപ മേടിക്കും. നമുക്ക് ഇതിലൊക്കെ റേറ്റ് 30, ഇതിലെനിക്ക് 30 രൂപ കിട്ടി. 30 രൂപ കിട്ടി. കാറല്ലേ, മൈലേജ് കുറവായിരിക്കൂലേ? എൻ്റെ പെണ്ണുങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ മോനെ, ഇവിടെ തൃശ്ശൂർ യൂബർ ഓടുന്ന ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത്. കാര്യം പറഞ്ഞാൽ എന്താ, ഇന്നൊരു ദിവസം രാവിലെ 6:45 7 മണി തൊട്ട് ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. 7 മണി തൊട്ടിട്ട് ഇപ്പോൾ സമയം 3 മണിയാകാനായി. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എൻ്റെ മോനെ, ഇവിടുത്തെ ഓടുന്ന ആൾക്കാരെ സമ്മതിക്കണം. കാര്യം പറഞ്ഞാൽ തൃശ്ശൂർ യൂബർ ഓടിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. കാരണം ഇത്രയും പിണ്ണാക്ക് പോലത്തെ പാസഞ്ചേഴ്സും ഇല്ല, അപമര്യാദയായിട്ട് പെരുമാറുന്നില്ല. എന്താ പറയുക, തീരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇതായിട്ടുള്ള ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കാര്യം പറഞ്ഞാൽ എന്താ, വെറുപ്പ് പിടിച്ചു ഈ സ്ഥലത്ത്. ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു കട കയറിയാണ്. ചോറ് കഴിച്ച് ഒരു വീട്ടിലത്തെ ഫുഡാണ്. ചോറ് കഴിച്ചിട്ട് അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങാനും വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വർത്താനം പറയുന്നത്, അവർക്ക് എടുത്ത് കൊടുക്കും, ഇവരുടെ കൊടുക്കുന്നു, അതിനൊക്കെ മറ്റവരെ സംസാരിക്കുന്നത്, ഫോൺ വിളിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് കുറേ ചേട്ടാ ഇതൊന്നും കുറേ പറഞ്ഞു. അമ്മമാർക്ക് താല്പര്യം എന്ത് കച്ചവടം ഒന്നും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ള മട്ടിലും കണ്ടാണ്. എൻ്റെ എന്നിട്ട് അവിടെ ഞാൻ വാങ്ങിയില്ല. പോട് പൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുല്ല് എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നു. പിന്നെ ഇന്ന് നേരത്തെ CNG അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോക്കാരോട് ചോദിച്ചു. വണ്ടി CNG വണ്ടി ഓട്ടോക്കാരൻ്റെ വണ്ടി കണ്ടപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി ചോദിച്ചു, ചേട്ടാ അടുത്ത് CNG പമ്പടി ഉള്ളത്. അയാൾ എന്ത് മനുഷ്യനറിയാം, അവിടെ റൈറ്റ് സൈഡിൽ തിരിഞ്ഞ് 1 കിലോമീറ്റർ അപ്പുറം തന്നെ തൊട്ടടുത്ത് ഇന്ത്യൻ ഓയിലിൽ പമ്പുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഞാൻ അടിച്ചത്. അത് വേറെ കോമഡി. അവിടുത്തെ പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് ജീവനക്കാരും അവിടെ അടിക്കാൻ വന്നവന്മാരെല്ലാം കണക്കാം, ഒന്നിനൊന്ന് വെച്ചോ. എല്ലാം മറ്റേ അരപ്പരി ലൂസാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ അതിനടുത്ത് CNG പമ്പടി ഉള്ളത്, ഏറ്റവും അടുത്തുള്ള പമ്പ്. പുള്ളി പറഞ്ഞ് CNG പമ്പ് നേരെ പോയാൽ മതി. എത്ര കിലോമീറ്റർ ആണ്? അത് കുറച്ചേ ഉള്ളൂ. എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു. അത് 2 കിലോമീറ്റർ ഉള്ളൂ. അത് 3-4 കിലോമീറ്റർ ഉണ്ട്. ഏറ്റവും അടുത്തുള്ള പമ്പ് ഇയാൾ കാണിച്ചു തന്നിട്ടില്ല. അയാളുടെ നോട്ടത്തിൽ തന്നെ എനിക്ക് അയാളുടെ നോട്ടവും അതേപോലെ അയാളുടെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലായി. ഇയാൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അല്ലെ എൻ്റെ മോനെ. സൈമോൺ കാവുങ്കൽ, നാച്ചുറൽ ലൈഫ് ഇൻ പട്ടിക്കാട്. എറണാകുളത്തേക്കാണ് ഇൻറ്റർസിറ്റി അടിച്ചത്. ഞാൻ പുള്ളി ഇപ്പം തന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞേക്കാം. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ യൂബർ എന്ന് വിളിക്കുകയാണ്. ഇതിപ്പോൾ നാച്ചുറൽ ലൈഫ് ഇന്റർനാഷണൽ അല്ലേ പിക്കപ്പ്? പട്ടിക്കാട്. ഓക്കെ, കലൂരേക്കല്ലേ? മിക്ക ബുക്കിങ്ങുകളും യാത്രാ മധ്യേ അവർ ക്യാൻസൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് കൺഫേം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല. ഞാനൊരു 20 മിനിറ്റിനുള്ള എത്തും. 3:30 ആകുമ്പോഴത്തേക്ക് എത്തുമ്പോൾ. ഓക്കെ, 13 കിലോമീറ്റർ ഉണ്ടാവുകൊണ്ടാണ്. ഓക്കെ, ശരി, താങ്ക് യു. സമാധാനം, സന്തോഷം. എൻ്റെ അമ്മേ, എനിക്ക് ഇവിടെ റിട്ടേൺ കിട്ടിയത് ഭയങ്കര സമാധാനം കേട്ടോ. എനിക്കിപ്പോൾ സ്വർഗം കണ്ട അവസ്ഥയാണ്. കാര്യം നമ്മൾ എന്തോ ഗൾഫിലെ മരുഭൂമിയിൽപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക് തൃശ്ശൂർ ഇവിടെ യൂബർ ഓടിക്കാൻ തുടങ്ങിയിട്ട്. കാര്യം പറഞ്ഞത് എന്താ, എൻ്റെ മോനെ, എത്ര ക്യാൻസലേഷൻ ആണ് ഇന്ന്. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ള അടക്കം ആൾക്കാർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്തിട്ട് വന്നോണ്ടിരിക്കും ക്യാൻസൽ ചെയ്യുന്നത്. 12 കിലോമീറ്റർ ഉള്ളത് ചേട്ടത്തരം കാണിച്ച് ക്യാൻസൽ ചെയ്ത്. കുറേ ബുക്കിംഗ് കിട്ടും. കസ്റ്റമറെ വിളിച്ചിട്ട് കൺഫർമേഷൻ നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. മെസ്സേജ് അയച്ചാൽ നോ റെസ്പോൺസ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ മോനെ, ഇപ്പോൾ ശരിക്കും സ്വർഗം കണ്ട പോലെ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു എറണാകുളംകാരനാണ്, പാസ്റ്ററാണ്. അതുകൊണ്ട് സമാധാനമുണ്ട്. കുറച്ച് പുള്ളിക്ക് പെരുമാറാൻ അറിയാവുന്ന ഒരാളായിരിക്കും. പിന്നെ കുറച്ചൊരു എത്തിക്സ് ഉള്ള ആൾക്കാരായിരിക്കും. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയിലുള്ള ഒരു സംഭവം. എനിക്കറിയാൻ പാടില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്നാലും പുള്ളിയുടെ സൗമ്യമായ പെരുമാറ്റത്തൊന്നും പിന്നെ പുള്ളിയുടെ ഞാൻ പാസ്റ്റർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടും ഞാനതിൽ കൺവിൻസ്ഡ് ആണ്. ഒരു സമാധാനം. ഇനി വേറെ ട്രിപ്പ് ഇനി അങ്ങോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യം കൊണ്ട് എനിക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടി. കറക്റ്റ് കലൂരേക്ക് എറണാകുളത്തേക്കാണ് എനിക്ക് കിട്ടി. ഇത് ലാസ്റ്റ് ട്രിപ്പ്. ഇന്നത്തെ ട്രിപ്പ് മുടിഞ്ചാച്ച്. ഇനി എനിക്ക് തലവേദന എടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഓട്ടോക്കാരനോട് CNGയുടെ പമ്പ് ചോദിച്ചു. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് സംഭവം പിടുത്തം കിട്ടി. പുള്ളി എന്നെ ഒന്ന് ഇട്ട് ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞാണ്. എനിക്ക് ആലപ്പുഴയിലും അതേപോലെ ട്രിവാൻഡ്രത്തും എനിക്ക് ഇങ്ങനത്തെ പണി കിട്ടാറുണ്ട്. അതായത് നമ്പാൻ പറ്റില്ല, ഇവന്മാരൊന്നും തീരെ നമ്പാൻ പറ്റില്ല. മിക്ക ആൾക്കാരും നമ്പാൻ പറ്റില്ല. ബാക്കിൽ നിന്ന് കുത്തുന്ന ടീംസാണ് മിക്കതും.
പുള്ളേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴുത്തിറക്കുന്ന ടീംസ്. അതേപോലെ എനിക്ക് ഇന്ന് ഇവിടെ മൊത്തം എനിക്ക് അങ്ങനെ ഫീൽ ആയത്. ഞാൻ തീരെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത മൈകളാണ് ഇവിടുന്ന് കൂടുതൽ യൂബർ ബുക്ക് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എല്ലാവരും ഞാൻ ആ ഗണത്തിൽ പെടുന്നില്ല, പക്ഷേ എന്നാൽ എനിക്ക് ഇന്നുണ്ടായ ഒരു 5-6 എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് കാണിച്ചത്. ആൾക്കാർക്ക് അത്രേ ഉള്ളൂ. എന്തെന്ന് ഇതിപ്പോ ഇത്രയും ഭാഗം കാണും. അതായത് സാധാരണഗതിയിൽ ഒരു ക്യാമറ ഇത്ര മാത്രമേ വ്യൂ കിട്ടുള്ളൂ. ഇതിന് 170 ഡിഗ്രി വ്യൂ കിട്ടും. അപ്പൊ ഇവിടെ മുമ്പിൽ എന്റെ വാഹനത്തിന് മുമ്പിൽ ആരെങ്കിലും ഒന്ന് ഇടിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ചിത്രീകരിക്കാമല്ലോ. പുറകിലില്ല, ഇത് പുറകിലെണ്ണത്തിന് പിന്നെ കൂടുതൽ വിലയുണ്ട്. രണ്ടും കൂടെ കിട്ടുന്നുണ്ടോ? അപ്പൊ അതിന് പിന്നെ വില കൂടുതലാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ട്രിപ്പിൽ പാസഞ്ചർ പുള്ളിയും പുള്ളിയുടെ വൈഫ് എന്ന് പറഞ്ഞ അടിപൊളി കമ്പനിയായിരുന്നു. നല്ല രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞ് ജോളി അടിച്ചിട്ടാണ് നമ്മൾ വന്നത്. ലാസ്റ്റ് ഫെയർ വരുന്ന സമയത്ത് 1550 അങ്ങനെ കണ്ടാണ് ഫെയർ ആയതെന്ന് തോന്നുന്നു. പറഞ്ഞു 1550 തരില്ല, 1800 തരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ 1800 ഈ കൂടുതലൊന്നും തരേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ ചടിച്ച്, ഞാൻ കുറേ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ് ഞാൻ കൂടുതൽ തന്നാൽ എനിക്കൊന്നും പ്രശ്നമുണ്ടോ. പിന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കൂടുതൽ ടിപ്പ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ജോളിയായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ കൂടുതലും തരേണ്ട ആവശ്യമില്ല, നിങ്ങളോട് വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ മനസ്സമാധാനത്തിന് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പുള്ളി എനിക്ക് കൂടുതൽ പൈസ തന്ന ടിപ്പും തന്ന് ആ ഒരു യാത്രയും അന്നത്തെ ദിവസം അതോടെ കഴിഞ്ഞു. എന്തായാലും ലാസ്റ്റ് ട്രിപ്പ് നല്ല ട്രിപ്പായിരുന്നു. പുള്ളിയെ ഞാൻ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ പിക്ക് ചെയ്തത്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പട്ടിക്കാട് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഞാൻ എറണാകുളത്ത് എത്തുകയും ചെയ്തു.